ഇന്നലെ അന്തരിച്ച മുൻ മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞിന് വിട നൽകി നാട്. ആലങ്ങാട്ട് ജുമാ മസ്ജിദിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കളും പ്രവർത്തകരും ഇബ്രാഹിം കുഞ്ഞിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മലബാറിന് പുറത്തുള്ള കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ജനകീയ നേതാവിന് നാടൊന്നാകെ അവസാന യാത്ര നൽകി. ലീഗ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇബ്രാഹിം കുഞ്ഞിന് അന്തിമ ഉപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം ആലുവ പെരിയാറിന് തീരത്തെ വീട്ടിലെത്തിച്ചപ്പോൾ പ്രിയ നാട്ടുകാരും UDF പ്രവർത്തകരും ഇബ്രാഹിം കുഞ്ഞിനെ അവസാനമായി കാണാനെത്തി. അവിടെ നിന്ന് ഇബ്രാഹിം കുഞ്ഞിൻ്റെ മൃതദേഹം ജന്മനാടായ ആലുവ ആലങ്ങാട്ടെ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി. പാണക്കാട് സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിലാണ് മയ്യത്ത് നമസ്കാരം നടത്തിയത്. സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് വി.കെ. ഇബ്രാഹിം കുഞ്ഞിൻ്റെ വിയോഗം ഉണ്ടായത്. അർബുദബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ഇന്നലെ വൈകിട്ട് 3:40 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്. രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ലാപ്പിൽ കരിനിഴലായ പാലാരിവട്ടം പാലം അഴിമതി കേസ് മാത്രമല്ല, പൊതുമരാമത്ത്, വ്യവസായ മന്ത്രിയായ കാലയളവിൽ നടത്തിയ പരിഷ്കാരങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും പേരിൽ കൂടിയാണ് ഇബ്രാഹിം കുഞ്ഞെന്ന നേതാവ് ജനമനസ്സിൽ ഓർമ്മിക്കപ്പെടുക. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.